പ്രൊഡക്റ്റീവ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് വർക്ക്. ഇനി അതാണ് നമ്മൾ എടുക്കാൻ പോണ ഭാഗം കേട്ടോ. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ജി ഡി പി അറിയാലോ, ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഒരു ഇത്. അതിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റിയ എല്ലാ സാധനത്തെയും നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയും. ഇപ്പോൾ ഗുഡ്സ്, സർവീസ്, ചരക്ക് സേവനങ്ങളൊക്കെ, റെൻറ്റ്, ഇൻട്രസ്റ്റൊക്കെ പ്രൊഡക്റ്റീവാണ്. ഓക്കെ. പ്രൊഡക്ഷൻ ലാബ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ യൂസ് ദിസ് ഓഫ് ദെയർ സ്കിൽ ആൻഡ് നോളജ് അല്ലേ. പ്രൊഡക്റ്റീവായ ലാബർ അല്ലേ, വളരെ കാര്യക്ഷമമായിട്ട് ഉൽപ്പാദനം ചെയ്യുന്ന ലാബർക്ക് നമ്മളുടെ നിലനിൽക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനെ എന്താക്കാൻ പറ്റും, അവിടെ സ്കില്ലും നോളജൊക്കെ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ പിന്നെ ജി ഡി പിയിലേക്ക് അവിടെ ഈ ലേബേഴ്സിൻ്റെ സ്കില്ലും നോളജൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ പിന്നെ പങ്കുകൊള്ളാൻ കഴിയുന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ജി ഡി പി ഇൻക്രീസ് ബൈ ദെയർ എഫേർട്ട്, ഇവരുടെ എഫേർട്ട് കൊണ്ട്, ഈ ലേബേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രം ജി ഡി പി എന്താവും, വളരും. ഇനി നോൺ പ്രൊഡക്റ്റീവ് ടൈമുണ്ട്, ഹോളിഡേയ്സ്, വെക്കേഷൻ ലെവൽ. അപ്പോൾ അപ്പോഴൊന്നും എന്തുണ്ടാവില്ല, നമ്മളെ ജി ഡി പി ഏതെങ്കിലും അർത്ഥത്തിൽ പരിപോഷിപ്പിക്കാൻ കഴിയാത്ത സാധനങ്ങളായതുകൊണ്ട് അതൊക്കെ നോൺ പ്രൊഡക്റ്റീവ് ടൈമായിട്ട് പറയുന്നുണ്ട്. പേഴ്സണൽ ടൈം, ഓക്കെ, അതൊക്കെ എന്താണ്, നോൺ പ്രൊഡക്റ്റീവ് ടൈമാണ്. എനി ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ആൻ എക്കണോമി ഡസ് നോട്ട്, അതായത് പിന്നെ നോൺ പ്രൊഡക്റ്റീവ് വർക്ക് പറഞ്ഞാൽ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എൻ എക്കണോമി അല്ലേ. എക്കണോമിക്ക് എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത, അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്കണോമിക്ക്, ജി ഡി പിക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യുന്നത്, എക്കണോമിക്ക് ഒരു ഗുഡ്സ് ആൻഡ് ഒരു പിന്നെ എന്തും പ്രൊവൈഡ് ചെയ്യാത്തത്, പ്രൊഡ്യൂസ് ഇനി ഗുഡ്സ് സർവീസ് ഒരു സാധനവും പ്രൊഡ്യൂസ് ചെയ്യാത്തത്, എക്കണോമിക്ക് വേണ്ട എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഘട്ടത്തെ നമ്മൾ നോൺ പ്രൊഡക്റ്റീവ് എന്നതും ചെയ്യുന്നതിനെ നമ്മളെന്ത് പ്രൊഡക്റ്റീവ് എന്നും പറയും. ഓക്കെ. ഇനി വുമൺ ഇൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു സിമ്പിളായ ഭാഗങ്ങളാണ് കേട്ടോ. വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ ഇൻക്രീസ് ഗ്രാജുവലി അല്ലേ. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ടൈപ്സ് ഓഫ് ഓർഗനൈസ്ഡ് സെക്ടർ രണ്ട് തരമുണ്ട്. ഒന്ന് പ്രൈവറ്റ് ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ടാവും, പബ്ലിക് ഓർഗനൈസ്ഡ് സെക്ടറും ഉണ്ടാവും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ, മൈനിങ്, ഇപ്പോൾ കൃഷി, ഖനനാണ് മൈനിങ് ആണ്, ഖനനം, കോറി, പിന്നെ മാനുഫാക്ചർ, നിർമ്മാണം, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ, പിന്നെ കൺസ്ട്രക്ഷൻ, പിന്നെ കെട്ടിട നിർമ്മാണങ്ങൾ, ഹോൾസെയിൽ, റീറ്റെയിൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, ട്രാൻസ്പോർട്ട്, ഗതാഗതം അല്ലേ, പിന്നെ ഇൻഷുറൻസ്, ഫൈനാൻഷ്യൽ, പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസ് അല്ലേ, സാമൂഹിക സേവനം. ഇതൊക്കെ എന്താണ്, സ്ത്രീകൾ പങ്കുകൊള്ളുന്ന ഓർഗനൈസ്ഡ് സെക്ടറുകളാണ്. ഓക്കെ. ഇനി വുമൺ വർക്കേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വുമൺ വർക്കേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി, സോ ഡൈവേഴ്സ് പാറ്റേൺ ഓഫ് വുമൻസ് വർക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ ഓർഗനൈസ്ഡ് സെക്ടറിലെ. ഇന്ത്യ ഒരു വളരെ പ്രവിശാലമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എന്തുണ്ട്, വൈവിധ്യമാർന്ന സ്ത്രീ പങ്കാളിത്തമുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഉണ്ട്. അതായത് ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർഗനൈസ്ഡ് സെക്ടറിലാവുന്ന സമയത്ത് ഫിക്സ്ഡ് ആൻഡ് റെഗുലർ, അപ്പോൾ അവിടെ ജോലി വളരെ ഫിക്സ് ആയിരിക്കും, 6 to 6. അതോടൊപ്പം റെഗുലർ ആയിരിക്കും, സ്ഥിരമായിട്ടുണ്ടാവും. അഷ്വേർഡ് വർക്ക് എന്തായാലും ഇപ്പോൾ ഒരു കച്ചവടക്കാരന് വർക്ക് ഉണ്ടാവണമെന്നില്ല, റെഗുലർ ആവണമെന്നില്ല അല്ലേ, ഫിക്സ്ഡ് ആവണമെന്നില്ല. പക്ഷേ ഓർഗനൈസ്ഡ് സെക്ടറിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷിതമൊക്കെ അവർക്കുണ്ടാവും. പിന്നെ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. സ്കൂൾ, ഹോസ്പിറ്റലൊക്കെയാണ് ഉദാഹരണം. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിനെ പേടിക്കാനുള്ള സ്കൂൾ, പിന്നെ ഹോസ്പിറ്റലിൽ പോയി, അപ്പോൾ അതിലൊക്കെ ജോലി വളരെ കൃത്യം. പബ്ലിക്കും പ്രൈവറ്റും പിന്നെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഫിക്സ്ഡ് ആണ്, റെഗുലറാണ്, വർക്ക് അഷ്വേർഡ് ആണ്, പിന്നെ പല സെക്യൂരിറ്റി സ്കീമുകളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തതായിരിക്കും. അപ്പോൾ സ്കൂളായാലും ഹോസ്പിറ്റലായാലും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. വർക്കേഴ്സ് ഓഫ് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ചോദിച്ചാൽ അവർക്കുണ്ടാവും ഫിക്സ്ഡ്, പിന്നെ ഹവേഴ്സ് ഉണ്ടാവും, ഫിക്സ്ഡ് ഹവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 6 മണിക്കൂർ ജോലി ചെയ്യുക, അല്ല 10 മണിക്കൂർ ജോലി ചെയ്യുക. പേ ഫോർ ഓവർ ടൈം അവർ അഥവാ ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും. അതൊക്കെയാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർഗനൈസേഷൻ ഹാവ് റോൾ ഇൻ ദി എക്കണോമി, പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. ഈ ഓർഗനൈസ്ഡ് സെക്ടറിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഈ ഓർഗനൈസ്ഡ് സെക്ടർ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായിട്ട് എന്താവും, സഹായിക്കും. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ, ഒരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാവും. ആ ജോലിയിലൂടെ രാജ്യത്തിന് എന്തുണ്ടാവും, രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പുരോഗതി ഉണ്ടാവും. ഓക്കെ.
ഗവേൺഡ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരുപാട് നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ അതിനുണ്ടാവും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ 9:30 കൃത്യത്തിന് എത്തണം, അല്ലെങ്കിൽ പഞ്ച് ഉണ്ടാവാൻ 5 മിനിറ്റ് വൈകിയാൽ ഹാഫ് ലീവ് പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ റിക്രൂട്ട്മെൻറ്റുകൾ, റിട്ടയർമെൻറ്റുകൾ, സോഷ്യൽ സെക്യൂരിറ്റികൾ, പിന്നെ മട്ടേണിറ്റി ചിൽഡ്രൻ, ചൈൽഡ് കെയർ അല്ലേ, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് കുട്ടികളെ സംരക്ഷിക്കുക, അങ്ങനത്തെ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്. ഗെറ്റ് അക്യുറേറ്റ് ഡാറ്റ അബൌട്ട് വർക്കേഴ്സ് അല്ലേ, അപ്പോൾ അതിൽ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പിന്നെ എന്തുണ്ട് അക്യുറേറ്റ് ആയ ഡാറ്റ ഉണ്ടാവും. ഇതിനെ ഫോർമൽ സെക്ടർ എന്ന്, അപ്പോൾ ഈ ഓർഗനൈസ്ഡ് സെക്ടറിന് വേറെ പേരുണ്ട്. എന്താണത്? ഫോർമൽ സെക്ടർ. അതായത് ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ വളരെ ഫോർമൽ ആയിട്ടുള്ള റൂൾസും റെഗുലേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിനെ ഫോർമൽ സെക്ടേഴ്സ് എന്നും പറയപ്പെടാറുണ്ട്. മറ്റൊരു പേരുണ്ട് കേട്ടോ. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റ് ക്വാളിറ്റി ആൻഡ് റെമ്യൂണറേഷൻ അല്ലേ, അവർക്ക് പിന്നെ എംപ്ലോയ്മെൻറ്റിലേക്ക് പിന്നെ സെക്യൂരിറ്റികൾ, റെമ്യൂണറേഷൻസ് അല്ലേ ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യുന്നു. ഡെവലപ്ഡ് കൺട്രീസിൽ, വികസിത രാജ്യങ്ങളിൽ എന്താണ് ഗ്രോ ഓർഗനൈസ്ഡ് സെക്ടർ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ സ്ത്രീകളുടെ ഇന്ത്യയിൽ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞ ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാര്യമായിട്ട് പറഞ്ഞ ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ, അവിടുത്തെ പ്രത്യേകതകൾ, സംവിധാനങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിലും സ്ത്രീകൾ ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കോൺസെൻട്രേഷൻ ഇൻ പെയ്ഡ് അൺസ്കിൽഡ് ജോബ് അല്ലെ, സ്ത്രീകൾ പലപ്പോഴും കൂടുതലായിട്ട് സ്കില്ല് ആവശ്യമില്ലാത്ത ജോലികളിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഓക്കെ, ബിക്കോസ് വുമൺ ഹാവ് ലോ ആക്സസ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത്ര ട്രെയിനിങ്ങോ എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസമോ ലഭിക്കാത്തത് കൊണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് പലപ്പോഴും പിന്നെ വലിയ പെയ്ഡൊന്നും ഇല്ലാത്തത്, ലോ പെയ്ഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികളിലാണ്, കഴിവൊന്നും ആവശ്യമില്ലാത്തതിലാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് എന്ത്? ലോ പെയ്ഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. രണ്ട്, ഇൻഇക്വാലിറ്റി ഓഫ് പേ അല്ലേ, പേയ്മെൻറ്റിൽ വേതനത്തിൽ എന്താ അസമത്വം. വിക്ടിം അൺഈക്വൽ പേ ടു ഈക്വൽ വർക്ക് അല്ലേ, അവരെന്താണ് തുല്യ ജോലികൾക്ക് പിന്നെ തുല്യമല്ലാത്ത വേതനം, ആ ഒരു പിന്നെ സാമൂഹിക ദുരന്തത്തിൻ്റെ ഇരകളാണ് ഇവർ. ഓക്കെ, ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് മാഷ് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരേ സമയമാണ് അവർ ജോലി ചെയ്യേണ്ടത്, ഈക്വൽ വർക്കാണ്, ഈക്വൽ പീരീഡുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അൺഈക്വൽ പേ ആണ്. അതാണ് അവർ അനുഭവിക്കുന്ന ഒന്നാമത് പ്രശ്നം. പിന്നെ പലപ്പോഴും വെയ്ജ് ലോ ആയിട്ടുള്ള കുറഞ്ഞ വേതനമുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകളിലേക്കാണ് സ്ത്രീകൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, വുമൺ വേജ് IS ഇൻ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ സ്ത്രീകളുടെ പിന്നെ ഇത് വേജുകൾ വേതനം ഒരു ധാരാളം ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലും നമ്മൾ സ്കൂളുകളും മറ്റൊക്കെ ആലോചിച്ചാൽ തന്നെ മതി, അവിടെ വളരെ കുറവാണ് സ്ത്രീകളുടെ പേയ്മെൻറ്റ്. അതിന് കാരണം വുമൺ നോട്ട് ഡിപ്ലോയിഡ് ഫോർ ഓവർ ടൈം വെയർ പേയ്മെൻറ്റ് ഹയർ അല്ലേ, പിന്നെ ഓവർ ടൈം ജോലികളൊന്നും ചെയ്യാൻ സ്ത്രീകൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. പിന്നെ മെൻസ് റിസീവ് മോർ പ്രൊമോഷൻസ് ദാൻ വുമൺ, മെൻ ജോബ് ചേഞ്ച്ഡ് ഓഫൺ ഫോർ പ്രൊമോഷൻസ് അല്ലേ. അപ്പോൾ പിന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പ്രൊമോഷനുകളും മറ്റൊക്കെ ലഭിക്കുന്നത് ആണുങ്ങൾക്കാണ്. പിന്നെ ആണുങ്ങൾ പ്രൊമോഷന് വേണ്ടി ജോലി മാറി പോവാറുണ്ട്, അങ്ങനത്തെ പ്രവണതകളൊന്നും പെണ്ണുങ്ങളിൽ ഉണ്ടാവാറില്ല എന്നാണ്. നെക്സ്റ്റ്, അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം എന്താണ്? രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് പിന്നെ ലോ പെയ്ഡ് ആയിരിക്കും അൺസ്കിൽഡ് ജോലികളിൽ സ്ത്രീകൾ ആവേണ്ടി വരുന്നു. രണ്ടാമത്തത് തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുന്നില്ല. ഇൻഅഡ്വക്കേറ്റ് ആക്സസ് ടു ബെനിഫിറ്റ് ആൻഡ് ഫെസിലിറ്റീസ് അല്ലേ, അതായത് പിന്നെ അതിൻ്റെ ഉപകാരങ്ങൾ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നിടത്തും വിവേചനമുണ്ട്. സ്ത്രീകൾക്ക് സൗകര്യം വേണ്ടത്ര ലഭിക്കുന്നില്ല. മെൻ ഹാവ് ലാർജർ പ്രൊമോഷൻസ് വർക്ക് പ്ലേസ് ഫെസിലിറ്റീസ് അല്ലേ, വർക്ക് പ്ലേസിലെ സൗകര്യങ്ങളിലൊക്കെ പുരുഷന്മാർക്ക് ഒരുപാട് കിട്ടുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരാണ് സ്ത്രീകൾക്ക് റെസ്റ്റ് റൂമുകൾ, ചൈൽഡ് കെയർ, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യാനുള്ള പിന്നെ സ്ഥലങ്ങളോ മറ്റൊന്നും സ്ത്രീകൾക്കില്ല. ദ ഫെസിലിറ്റീസ് നോട്ട് പ്രൊവൈഡഡ് ടു വുമൺ, അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള പല ഫെസിലിറ്റീസുകളും സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും പുരുഷന്മാരെക്കാൾക്ക് ഒരുപാട് ഫെസിലിറ്റി ആവശ്യമുണ്ട് അല്ലേ, അപ്പോൾ അതൊന്നും പലപ്പോഴും ലഭിക്കുന്നില്ല എന്നാണ്. പിന്നെ നാലാമത്തെ കാരണമാണ് ആക്സസ് ടു ട്രെയിനിങ് ആൻഡ് സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ട്രെയിനിങ്ങും സ്കില്ലും എഡ്യൂക്കേഷനും ലഭിക്കുന്ന വിഷയത്തിൽ വിവേചനമുണ്ട്.
ഉദാഹരണം പറയാം, 3/4 മെന്നിന് ലഭിക്കുമ്പോൾ പകുതി സ്ത്രീകൾക്ക് മാത്രമേ ഈ ട്രെയിനിങ് ലഭിക്കുന്നുള്ളൂ. ഓക്കെ, സോറി, 3/4 ഭാഗം നോക്കുമ്പോൾ അപ്പോൾ 100 ആളുണ്ടെങ്കിൽ 3/4 ഭാഗം സ്ത്രീകൾക്ക് ലഭിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ പലപ്പോഴും ബേസിക് ട്രെയിനിങ് മാത്രമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്, അതിനപ്പുറമുള്ള ട്രെയിനിങ് ഒന്നും ലഭിക്കുന്നില്ല. പിന്നെ ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയർ, ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാൻ കാരണം ഇത് ജോലി നൽകുന്ന മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളിയുടെ വിവേചനപരമായ മനോഭാവമാണ്, ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡാണ്. സ്ത്രീൻ്റെയും പുരുഷനുടെയും വിവേചനം കാണിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ വരേണ്യമായിട്ടുള്ള മനോഭാവത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ വരുന്നത്. ഇൻ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ, അല്ലേ, സ്ത്രീകൾക്ക് പിന്നെ അവസരങ്ങൾ മറ്റും നൽകുന്ന വിഷയത്തിലൊക്കെ അവർ കാണിക്കുന്ന വിവേചനമാണ് ഈ വിഷയത്തിലെ വലിയ വിഷയം. അപ്പോൾ നാളെ നമ്മൾ പറഞ്ഞു, ഒന്ന് പിന്നെ സ്ത്രീകളെ അൺപെയ്ഡ് ആൻഡ് പിന്നെ ലോ പെയ്ഡ് ആൻഡ് അൺസ്കിൽഡ് ജോബുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഇനീക്വാളിറ്റിയാണ്, പിന്നെ പേയ്മെൻറ്റിൽ തന്നെ എന്തുണ്ട്, ഇനീക്വാളിറ്റി ഉണ്ട്. മൂന്നാമത്തെ പറഞ്ഞത് ബെനിഫിറ്റ് ആൻഡ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും ഗുണങ്ങളൊക്കെ ഉപകാരങ്ങളൊക്കെ ലഭിക്കുന്ന വിഷയത്തിൽ വിവേചനമുണ്ട്. ആക്സസ് ടു ട്രെയിനിങ് സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ, സ്കില്ലിൽ എഡ്യൂക്കേഷനൊക്കെ ലഭിക്കുന്ന വിഷയത്തിൽ വിവേചനമുണ്ട്. അഞ്ചാമത്തത് ഇൻഡസ്ട്രീസ് അണ്ടർഗോൺ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ, അതിൻ്റെ ബാക്കിയായിട്ട് അഞ്ചാമത്തല്ല. പല ഇൻഡസ്ട്രികളും പല വ്യവസായങ്ങൾക്കും ആധുനികവൽക്കരണങ്ങളും റീസ്ട്രക്ഷനുകളും അതിൻ്റെ മാറ്റങ്ങൾ, വീണ്ടും പുനർനിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മാണത്തിനനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച്, ആധുനികവൽക്കരണത്തിനനുസരിച്ച് പുരുഷന്മാർക്ക് ട്രെയിനിങ് ലഭിക്കുന്നു, സ്ത്രീകൾക്ക് ട്രെയിനിങ് ലഭിക്കണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളെ സിമ്പിളായിട്ട് ജോലികളിൽ നിന്ന് തട്ടി മാറ്റുന്നു, ഒഴിവാക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ മോഡേണൈസേഷൻ ആധുനികവൽക്കരണങ്ങൾ നടക്കുമ്പോൾ പുരുഷന്മാർക്ക് അതിനനുസരിച്ച് ട്രെയിനിങ് ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് അത് ലഭിക്കാതിരിക്കുകയും പിന്നെ സ്ത്രീകൾക്ക് ആ ജോലിയിൽ തുടരാൻ കഴിയാതെ അവർ ഈസിയായിട്ട് റിമൂവ് ആകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോ ലെവൽ ഓഫ് അവയർനെസ് അബൌട്ട് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അല്ലേ. അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ അവർക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യം, അതോടൊപ്പം തന്നെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയില്ല, അതൊക്കെ വേണമെന്ന് അവർക്ക് ധാരണയില്ല. ലോ ലെവൽ ഓഫ് അവയർനെസ് എമംഗ് വുമൺ അബൌട്ട് വർക്ക് ഹെൽത്ത് ഹസാർഡ്, ലാർജ് ലെവൽ ഓഫ് വർക്ക് ഹസാർഡ് കണ്ടീഷൻ, അല്ലേ. അപ്പോൾ വർക്ക് രംഗത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയില്ല. ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അല്ലേ, പ്രത്യുൽപാദനപരമായിട്ടുള്ള ആരോഗ്യമുണ്ട്, അതിനെക്കുറിച്ച് ഓൾക്ക് അവയർനെസ് ഇല്ല, ധാരണ ഇല്ല എന്നുള്ളതാണ് ഭയങ്കരമായ പ്രശ്നം. 5 സ്ത്രീ റിപ്പോർട്ടഡ് ഹെൽത്ത് പ്രോബ്ലംസിലെ ജോലി ചെയ്യുന്ന 5 സ്ത്രീ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ഹെൽത്ത് പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ദ എക്സ്പ്രസ് അർജൻസി ഓഫ് റെസ്റ്റ് റൂം, ഇറ്റ് ഈസ് റെയർലി അവൈലബിൾ. പലപ്പോഴും ഇത് ആവശ്യമുണ്ട്, റെസ്റ്റ് റൂമുകളൊക്കെ ആവശ്യമുണ്ടെന്ന് അവർ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും ആവശ്യങ്ങൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാറില്ല. ഇനി അവസാനത്തതായിട്ട് സെക്സ്വൽ ഹരാസ്മെൻറ്റ്, ജോലി സ്ഥലങ്ങളിലൊക്കെ അവർ അനുഭവിക്കുന്ന ലൈംഗിക പീഡനം. നമുക്ക് മൈറ്റിയിലൊക്കെ കാണാമല്ലോ, ജോലി സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ പിന്നെ നിർമ്മാതാവിൻ്റെ സംവിധായകൻ്റെ ഒക്കെ കൂടെ അവരുടെ സെക്സ്വൽ ഹാരാസ്മെൻറ്റിന് അവർ കീഴടങ്ങുന്നു എന്നർത്ഥം. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് വുമൺ പ്ലേസ് അൺസ്കിൽഡ് ആൻഡ് ലോ പെയ്ഡ് ജോബ്സ്, അല്ലേ. പലപ്പോഴും ഒരുപാട് സ്ത്രീകൾ സാധാരണ വലിയ കഴിവൊന്നും ആവശ്യമില്ലാത്ത, കൂടുതൽ വേതനങ്ങളില്ലാത്ത ജോലികളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾക്ക് പരാതി പറയാനുള്ള പവർ ഇല്ലാതായി മാറും, കാരണം ഒരു 2 താഴെ വർഗത്തിലായ വിഭാഗമായതുകൊണ്ട്. അപ്പോൾ അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച്, ഒപ്രഷനെക്കുറിച്ച് അവർ സൈലൻ്റായി മാറുന്നു. അപ്പോൾ അത് സെക്സ്വൽ ഹരാസ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ പരാതി പറയുന്ന സ്ത്രീകൾ പലപ്പോഴും എന്താവാറുണ്ട്, പലപ്പോഴും പിന്നെ ഇത് അനുഭവിക്കുന്ന ഇതിനെ സെക്സ്വൽ ഹരാസ്മെൻറ്റിൻ്റെ പരാതി പറയുന്ന സ്ത്രീകൾ പലപ്പോഴും പീഡനം അവരാണ് പ്രശ്നം അനുഭവിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, വുമൻ അൺഅവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോം കമ്മിറ്റി ടു അഡ്രസ് കംപ്ലൈൻറ്റ്, അല്ലേ, ആൻഡ് വുമൺ അറ്റ് ദി ഹെഡ്, അല്ലേ. സ്ത്രീകൾ പലപ്പോഴും അവരുടെ കംപ്ലൈൻറ്റ് ബോധിപ്പിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്ന വിഷയത്തിലും, പിന്നെയോ വുമൺ പലപ്പോഴും സ്ത്രീകൾ തന്നെ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന വിഷയം, അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും സ്ത്രീകൾ ആലോചിക്കണമെന്നല്ല. അപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയിൽ സ്ത്രീകൾ തന്നെ ഹെഡാക്കിയിട്ട് അവരുടെ പരാതി കേൾക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ പുറകെ പരാതി കേൾക്കാനും പരിഹാരം കാണാനൊക്കെ ഒരു ടീം ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ അവർ ആ വിഷയത്തിലൊക്കെ പലപ്പോഴും
പിന്നെ അൺഅവെയറായിരുന്നു, അവർക്ക് ആ വിഷയത്തിൽ നിന്നൊരു അവബോധവും ഇല്ല എന്നാണ്. ഓക്കെ, കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും.